നമസ്കാരം. T20 ലോകകപ്പ് സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റെക്കോർഡ് വേഗത്തിൽ സെഞ്ചുറി നേടി ന്യൂസിലൻഡ് ഓപ്പണർ ഫിൽ അലൻ കുറിച്ചത് ഒരുപടി റെക്കോർഡുകളാണ്. 33 പന്തിൽ പുറത്താകാതെ 100 റൺസാണ് അലൻ നേടിയത്. അലൻ്റെ കരുത്തിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റ് തകർത്ത് ന്യൂസിലൻഡ് ഫൈനലിൽ കടക്കുകയും ചെയ്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിലെത്തിയ ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസാണ് നേടിയത്. 30 പന്തിൽ പുറത്താകാതെ 55 റൺസെടുത്ത മാർക്കോ ജോൺസന്റെ പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കയെ മാന്യമായ സ്കോറിലെത്തിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലൻഡ് 12.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 8 സിക്സും 10 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു അലൻ്റെ ഇന്നിങ്സ്. ഇതോടെ ചില റെക്കോർഡുകളും അലനെ തേടിയെത്തി. T20 ലോകകപ്പിലെ വേഗമേറിയ സെഞ്ചുറിയാണ് അലൻ പൂർത്തിയാക്കിയത്. ICC ഫുൾ ടൈം മെമ്പർ ടീമിനെതിരെ ഒരു താരം നേടുന്ന വേഗമേറിയ സെഞ്ചുറി കൂടിയാണിത്. മാത്രമല്ല, ഒരു നേട്ടത്തിൽ വിരാട് കോഹ്ലിയെ പിന്തള്ളാനും അലന് സാധിച്ചിട്ടുണ്ട്. T20 ലോകകപ്പ് നോക്കൌട്ടിൽ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടമാണ് അലൻ സ്വന്തമാക്കിയത്. ഇക്കാര്യത്തിൽ മുൻ ശ്രീലങ്കൻ താരം തിലകരത്ന ദിൽഷൻ, വിരാട് കോഹ്ലി എന്നിവരൊക്കെ പിന്നിലായി. 2009 സെമിഫൈനലിൽ വിൻഡീസിനെതിരെ പുറത്താകാതെ 96 റൺസ് നേടിയ ദിൽഷൻ 2ാം സ്ഥാനത്തേക്ക് വീണപ്പോൾ 2016 സെമിഫൈനലിൽ മുംബൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ 89 റൺസാണ് വിരാട് കോഹ്ലി നേടിയിരുന്നത്. 2022 ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യക്കെതിരെ അഡിലെയ്ഡിൽ പുറത്താകാതെ 86 റൺസ് നേടിയ ഇംഗ്ലണ്ടിൻ്റെ അലക്സ് ഹെയിൽസ് 4ാമതായി. 2016 സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കൊൽക്കത്തയിൽ 85 റൺസ് നേടിയ മാർലൺ സാമുവൽസ് തൊട്ട് പിന്നിലെത്തി. 2021 ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 85 റൺസ് നേടിയ ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസും പട്ടികയിലുണ്ട്. ഗംഭീര തുടക്കമാണ് ന്യൂസിലൻഡിന് ലഭിച്ചത്. ടീം സീഫർട്ട് 33 പന്തിൽ 58 റൺസും അലനും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ 117 റൺസ് അടിച്ചെടുത്തപ്പോൾ ന്യൂസിലൻഡ് വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ 10ാം ഓവറിൽ സീഫർട്ടിനെ കഗീസോ റപ്പാദ ബൗൾഡാക്കി 33 പന്തുകൾ നേരിട്ട താരം 2 സിക്സും 7 ഫോറും നേടി. സീഫർട്ട് മടങ്ങിയെങ്കിലും രജിൻ രവീന്ദ്രയെ കൂട്ടിപ്പിടിച്ച് അലൻ കിവീസിനെ വിജയത്തിലേക്ക് നയിച്ചു. 8 സിക്സും 10 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു അലൻ്റെ ഇന്നിങ്സ്.